ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നേരം പുലരുമ്പോൾ തന്നെ വൈജയന്തി വന്ന് അലീനയുടെ വാതിലിൽ മുട്ടുന്നുണ്ട് കേട്ടോ. പോവണ്ടേ, അതോ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഇവിടെ തന്നെ തങ്ങാനാണോ ഉദ്ദേശം? അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവളുടെ മെക്കെട്ട് കയറുന്നേ? അവൾ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റതാ. ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോന്നാ ഇത്ര ചെയ്യാൻ? ബാഗ് എടുക്കണം, പോണം, അത്രയല്ലേ ഉള്ളൂ. അത് നിനക്ക്. അലീനെ അവളുടെ ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ജോലി? അപ്പം അലീന പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഉച്ചക്കലത്തുള്ള ചോറും കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിച്ചണിൽ ഇനി ഒന്നും ചെയ്യാനില്ല. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? ഞാൻ പറഞ്ഞോ? ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ വരെയുള്ള മുഷിഞ്ഞ ഡ്രസ്സുകളെല്ലാം വാഷ് ചെയ്ത് മുകളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. മുത്തശ്ശിയെ നാളെയെങ്കിലും കൊണ്ടുപോകണേ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നിന്നോട് പോവാൻ റെഡിയാവാനല്ലേ പറഞ്ഞത്? ഞാൻ എപ്പോഴേ റെഡിയാ, ഇനി ബാഗ് എടുത്താൽ മാത്രം മതി. എന്നാ എടുക്ക്, എന്നാ ഇത്ര താമസം? മുത്തശ്ശിക്കാണെങ്കിൽ നല്ല സങ്കടം ഉണ്ട് കേട്ടോ അലീന പോകുന്നതിൽ. അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് മുത്തശ്ശിയുടെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, യാത്ര പറച്ചിലൊന്നും കഴിഞ്ഞില്ലായിരുന്നോ? സമയം പോകുന്നു. അങ്ങനെ അലീന മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പം മിടുക്കിയേ. വേണമെങ്കിൽ എണീറ്റ് നടക്കാം മുത്തശ്ശിക്ക്. മുത്തശ്ശി കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യം വന്നു തുടങ്ങി. മതി, ഇറങ്ങ്. അങ്ങനെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അലീന ഇറങ്ങുന്നുണ്ട് കേട്ടോ റൂമിൽ നിന്ന്. അങ്ങനെ വൈജയന്തി മെയിൻ ഡോറ് തുറക്കാൻ പോകുന്നുണ്ട്. പക്ഷേ എത്ര തുറക്കാൻ നോക്കിയിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ വൈജയന്തി അലീനോട് ചോദിക്കുന്നുണ്ട്, ഈ ഡോറിൽ കിടന്ന താക്കോൽ എവിടെ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ എനിക്കറിഞ്ഞൂടാ. ഇന്നലെ രാത്രി ഞാൻ വാതിൽ പൂട്ടി ഇതിൽ തന്നെ വെച്ചിരുന്നതാണല്ലോ, പിന്നെ അതെവിടെ പോയി? അങ്ങനെ വൈജയന്തി അവിടെയൊക്കെ കീ തപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ സ്പെയർ കീ ഇല്ലേ മാഡം? അത് ബാലേന്ദ്രൻ്റെ കയ്യിലാണ്. സത്യം പറ, ഇനി നീയാണോ ഈ കീ എടുത്ത് മാറ്റിയത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എന്തിനാ മാഡം, ഞാൻ ഇവിടെ നിന്ന് പോവാ. എനിക്കെന്തിനാ ഈ വീടിൻ്റെ താക്കോല്? അങ്ങനെ വൈജയന്തി വീടിൻ്റെ ബാക്ക് ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും തുറക്കാൻ പറ്റുന്നില്ല, അതും പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇതാരാ ലോക്ക് ചെയ്തത്? എനിക്കറിയില്ല മാഡം. നിനക്കൊരു മനസ്സറിവുമില്ലേ? ഞാൻ എന്തിനാ വാതിൽ പൂട്ടിയിടുന്നേ? നിനക്ക് പോവാതിരിക്കാൻ? ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? അത്രയ്ക്കും ബുദ്ധിയില്ലാത്തവളാണോ ഞാൻ? വാതിൽ പൂട്ടിയിട്ടുകൊണ്ട് എനിക്കിവിടെ താമസിക്കാൻ പറ്റുമോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഇത് ബാലേന്ദ്രൻ്റെ അഭ്യാസമായിരിക്കും. നീ മേലെ പോയി താക്കോൽ മേടിച്ചിട്ട് വാ. അയ്യോ മാഡം, ഞാൻ ഇനി സാറിൻ്റെ മുമ്പിൽ പോകത്തില്ല. മാഡം തന്നെ പോയാൽ മതി. നീ ചെന്നിട്ട് പറ ആക്കി തരാൻ. അത് പിന്നെ ഞാൻ പോയാൽ ബുദ്ധിമുട്ടാവും. ഒരു ബുദ്ധിമുട്ടില്ല, നീ പോയി മേടിച്ചേ. ചെല്ല്. മാഡം, ഞാൻ ഇവിടുന്ന് പോവാൻ നിൽക്കുന്നവളാ, എന്നെ വെറുതെ കുഴപ്പത്തിലാക്കല്ലേ പ്ലീസ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ പോയാൽ ബാലേന്ദ്രൻ തരത്തില്ല, നീ തന്നെ ചെല്ലണം. ഞാൻ പോവത്തില്ല. അങ്ങനെ പറഞ്ഞ അലീന ബാഗൊക്കെ എടുത്ത് ലിവിങ് റൂമിൽ പോയിരുന്നു കേട്ടോ. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ് കേട്ടോ. മനു രാവിലെ തന്നെ പേപ്പറൊക്കെ വായിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. അവിടേക്ക് രാജീവൻ വരുന്നുണ്ട് കേട്ടോ, ചായയൊക്കെ കുടിച്ച്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ആ ഗുഡ് മോർണിംഗ്. നീ ചായ കുടിച്ചോ? ഇല്ലല്ലോ. കമലാർത്തി, ഇവനൊരു ചായ കൊടുക്ക്. ആ ഇപ്പം കൊണ്ടുവരാം. അപ്പോൾ രാജീവ് മേനോൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇംഗ്ലീഷ് പേപ്പറൊന്നും വരുത്തുന്നില്ല എടാ? ഓ, ആര് വായിക്കാനാ, ഞാൻ ഇവിടെ വല്ലപ്പോഴല്ലേ വരത്തുള്ളൂ. പിന്നെ അമ്മയും ഹരിയും രഞ്ജുവും മലയാള പത്രം പോലും നോക്കാറില്ല. അവിടേക്ക് ചായയും കൊണ്ട് കമല വരുന്നുണ്ട് കേട്ടോ. എന്താടാ രാവിലെ തന്നെ അമ്മയുടെ കുറ്റം പറയുന്നത്? അയ്യോ, കുറ്റമൊന്നുമല്ല, അമ്മയുടെ നല്ല കാര്യം പറഞ്ഞതാ. അമ്മ ഈ പത്രം, പുസ്തകം, മാസിക അങ്ങനത്തെ ചവറുകളൊന്നും വായിച്ച് സമയം കളയാറില്ല. അങ്ങനെ ചായ കുടിച്ചിട്ട് മനു പറയുന്നുണ്ട് കേട്ടോ, ചായ നല്ലത് കുടിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ ഇട്ടായിരുന്നു, അല്ലെങ്കിൽ കടപ്പാട്ടൂർ പോകണം. അപ്പോൾ കമല പറയുന്നുണ്ട്, ഓ അവളുടെ ചായ, അലീനയുടെ. ഏതായാലും തീർന്നല്ലോ ഇന്നത്തോടുകൂടി. ആ സമയം രാജീവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ദാ കടപ്പാട്ടൂരത്തെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും അവിടുന്ന് ഫോൺ വന്നു തുടങ്ങി. വൈജയാണ് വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ രാജീവൻ. ഹലോ, എന്താ വൈജയ്? ഇവിടെ അത്ര നല്ല മോർണിംഗ് അല്ല രാജീവേട്ടാ.
എന്താ പ്രശ്നം? അലീന പോയില്ല. അതൊക്കെ പോയിക്കോളും. 12 മണി വരെ സമയമുണ്ടല്ലോ. അതല്ല പ്രശ്നം. ഞാൻ അവളെ രാവിലെ എണീപ്പിച്ച് വിട്ടതാ. പക്ഷേ പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. വീടിൻ്റെ മുമ്പിലും പുറകിലും വാതിൽ പൂട്ടിയിട്ടിരിക്കുക. വാതിൽ പൂട്ടിയെന്നോ? ആര് പൂട്ടി? ബാലേന്ദ്രൻ ചെയ്ത പണിയായിരിക്കും, അലീനയെ വിടാതിരിക്കാൻ. അല്ലാതെ എന്നതാ ഇത്? അപ്പം രാജീവൻ പറയുന്നുണ്ട്. അത് കൊള്ളാലോ. അങ്ങനെ വീടിൻ്റെ വാതിലെപ്പോഴും പൂട്ടിയിടാൻ പറ്റുമോ? വീട്ടിലുള്ളവർക്ക് പുറത്തൊക്കെ പോകണ്ടേ? നിലവിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല. നീ ചെന്ന് ബാലേന്ദ്രനോട് താക്കോല് തരാൻ പറ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ തരത്തില്ല. അപ്പോൾ പിന്നെ അവളെ വിട്ട് ചോദിപ്പിക്കുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ച് പറ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ശരി. അങ്ങനെ പറഞ്ഞ് വൈജയന്തി ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു രാജീവനോട് ചോദിക്കുന്നുണ്ട്. വീട് പൂട്ടിയിട്ടല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കൊച്ചച്ച. കൊച്ചച്ച നോക്കിയാലൊന്നും അവിടുത്തെ പ്രശ്നം തീരത്തില്ല. വലിയ ശ്രമിച്ചിട്ട് വരെ തീർന്നില്ല. ഇത് ഞാൻ തീർക്കൂടാ. തീർത്തിട്ടേ പോകുന്നുള്ളൂ. കൊച്ചച്ച, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രശ്നം നിസ്സാരമല്ല. അലീനയൊന്നല്ല പ്രശ്നം. അടിത്തട്ടിൽ എന്തോ കിടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്. അപ്പം രാജീവൻ പറയുന്നുണ്ട്. എന്തോന്ന് അടിത്തട്ട്? നീ പോടാ മനു. അവളെ ഞാൻ അടിച്ചിറക്കും. അതിന് വാതിൽ പൂട്ടിയിട്ടേക്കുമല്ലേ? JCB വിളിച്ചുകൊണ്ടെന്നേ ഇടിച്ച് പൊളിക്കും ഞാൻ. കൊച്ചച്ച, ഞാൻ അവിടെ വരെ ഒന്ന് പോവാം. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നീ കുറേ സംസാരിച്ചതല്ലേ, ഇനി അത് വേണ്ട. ഇത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഇതിൻ്റെ ഇടയിൽ കമല പറയുന്നുണ്ട് കേട്ടോ. ഇതങ്ങനെ വിട്ടു കൊടുക്കരുത് രാജീവേ, തകർക്കണം. അപ്പം മനു പറയുന്നുണ്ട്. അമ്മ ഒന്ന് പോയേ, തകർക്കാൻ വന്നിരിക്കുന്നു. ഇത് കേട്ടതും ദേഷ്യം കൊണ്ട് കമല മനുവിൻ്റെ കയ്യിലിരിക്കുന്ന ചായക്കപ്പും തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈജയന്തിനാണ് കേട്ടോ. വൈജയന്തി നോക്കുമ്പോൾ അലീന ആ ലിവിങ് റൂമിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്. വാതിൽ തുറക്കായിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. അതിനല്ലേ ഞാൻ പറയുന്നത് പോയി ബാലേന്ദ്രൻ്റെ അടുത്തുനിന്ന് കീ മേടിച്ചിട്ട് വരാൻ. ഞാൻ ബാലേന്ദ്രൻ സാറിൻ്റെ അടുത്ത് ചെന്നാൽ എന്തിനാ കീ എന്ന് എന്നോട് ചോദിക്കും. എനിക്ക് പോകാനാന്ന് പറഞ്ഞാൽ എന്നെ വിടത്തില്ല. പിന്നെ നിന്നെ ബലമായിട്ട് പിടിച്ചു വയ്ക്കുമോ? എനിക്കറിഞ്ഞൂടാ. നീ ചെന്ന് താക്കോല് ചോദിച്ചാൽ മാത്രം മതി. തന്നില്ലെങ്കിലേ നീ ഇങ്ങ് തിരിച്ചു പോര്. ബാക്കി കാര്യം രാജീവ് നോക്കിക്കോളും. അപ്പം അലീന പറയുന്നുണ്ട്. ഞാൻ സാറിനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. നീ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, കേട്ടല്ലോ. നിൻ്റെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. അങ്ങനെ വൈജയന്തി പറഞ്ഞത് കേട്ട് താക്കോല് വാങ്ങിക്കാനായിട്ട് അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്, ബാലേന്ദ്രൻ എങ്ങനെ പ്രതികരിക്കുന്ന ആലോചിച്ചിട്ട്. അങ്ങനെ അലീന ഡോറിൽ വന്ന് മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അകത്തേക്ക് കയറി വരാം. എന്താ രാവിലെ തന്നെ? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. നല്ല കടുപ്പത്തിലൊരു ചായ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ അലീന പറയുന്നുണ്ട്. സർ, എൻ്റെ ഇവിടുത്തെ ജോലി അവസാനിച്ചു. അതെങ്ങനെ അവസാനിക്കും? ഞാൻ നിന്നോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. സാർ എന്താ ഒന്നും അറിയാത്ത പോലെ? സാറിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടു, മക്കൾ ആവശ്യപ്പെട്ടു, മുത്തശ്ശിയും പറഞ്ഞു പോയിക്കോളാൻ. അതിനവരല്ലല്ലോ ഈ വീട്ടിലെ കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനം എടുക്കേണ്ട ആൾക്കാർ. കുടുംബത്തലവൻ, ഗൃഹനാഥൻ, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. അയാളല്ലേ തീരുമാനം എടുക്കേണ്ടത്. നീ ഈ പറഞ്ഞ മുത്തശ്ശിയില്ലേ, ഈ വീട്ടിലെ അംഗമേ അല്ല, കൊല്ലപ്പള്ളി വീട്ടിലെയാ. അവിടെ കമലയുടെ ആട്ടും തുപ്പും കേട്ട് ഈ വയസ്സാം കാലത്ത് വിഷമിക്കണ്ടല്ലോ എന്ന് കരുതി ഈ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഞാനാ. അവർ ഈ വീട്ടിലെ അഭയാർത്ഥി മാത്രമാണ്. തീരുമാനം എടുക്കാനുള്ള അധികാരമൊന്നും അവർക്കില്ല. അപ്പം അലീന പറയുന്നുണ്ട്. മാഡത്തിൻ്റെ ബ്രദറും ഇന്നലെ വന്ന് എന്നോട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് 12 മണിക്കുള്ളിൽ ഞാൻ പിരിഞ്ഞു പോകണമെന്ന്. എടി അലീനെ, പോഷത്തരം പറയരുത്. നിന്റെ തലയിൽ കളിമണ്ണൊന്നല്ലല്ലോ, ആണോ? ഇത് ഞാൻ പണിത വീട്, ഞാൻ കരം കൊടുക്കുന്ന വീട്, ഞാൻ കെട്ടിയ ഭാര്യ, എൻ്റെ മക്കൾ, അതുപോലെ ഞാൻ ചെലവിന് കൊടുക്കുന്ന കുടുംബാംഗങ്ങൾ. ഇവിടെ വന്ന് കൽപ്പന കൊടുക്കാനും ആജ്ഞാപിക്കാനും ആ നാണം കെട്ട പട്ടിക്ക് ആരധികാരം കൊടുത്തേ? ഞാൻ കൊടുത്തിട്ടില്ല. അയാളെ അതൊക്കെ കൊല്ലപ്പള്ളി വീട്ടിൽ ചെയ്താൽ മതി, ഇവിടെ ചിലവാകത്തില്ല. അപ്പം അലീന പറയുന്നുണ്ട്. സാറേ, നിങ്ങൾ തമ്മിലുള്ള വാശിക്കും വടംവലിക്കും ഇടയിൽ എന്നെ ഞെരുക്കല്ലേ. എന്നെ വെറുതെ വിട്ടേക്കണേ. ഞാൻ ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ. ഞെരുങ്ങാൻ തയ്യാറായിട്ട് വന്നവളല്ലേ നീ. ഞെരുങ്ങേ പറ്റൂ. സൂത്രത്തിൽ അങ്ങ് രക്ഷപ്പെട്ട് പോയി കളയാന്നൊന്നും വിചാരിക്കണ്ട. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ബാലചന്ദ്രൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുമ്പോൾ അലീന കൈ കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. സാറേ, വെറുതെ എന്നെ ബലിയാടാക്കല്ലേ.
ഞാൻ നിങ്ങളോടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ സ്വന്തം വീട് പോലെയാണ് ഞാൻ ഈ വീട് സൂക്ഷിച്ചത്. അതിനെന്നെ ശിക്ഷിക്കല്ലേ. ഞാൻ പോയിക്കോട്ടെ. നിനക്ക് മതിയായില്ലേ? മതി. ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കണ്ട. അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് നീ എന്ന് പറഞ്ഞ എന്നെയും നിനക്കിപ്പോൾ വേണ്ടല്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, സർ, ഞാനാണ് ഇവർക്കൊക്കെ പ്രശ്നം. ഞാൻ പോയാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും തീരുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. മനുവേട്ടൻ പോലും പറയുമ്പോൾ ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല സർ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ പോയാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും തീരുമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ. പക്ഷെ തീരണം. ഉറപ്പുണ്ടോ നിനക്ക്? ഞാൻ പോയി നോക്കാം, അപ്പം അറിയാലോ. ശരി, എന്നാ ഒന്ന് പോയി നോക്ക്. സർ, വീടിൻ്റെ താക്കോല് വാതിൽ പൂട്ടിയിട്ടേക്കുവാ. ആ, ഞാനതങ്ങ് മറന്നു. ചെറിയൊരു കുസൃതി കാണിച്ചതാ. എന്നെ അറിയിക്കാതെ, എന്നെ കാണാതെ നീ പോയാലോ എന്ന് എനിക്ക് തോന്നി. ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഒളിച്ചു കിടക്കാൻ തക്ക കുറ്റമൊന്നും നീ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ചെയ്തതാ. അങ്ങനെ ബാലേന്ദ്രൻ വീടിൻ്റെ കീഴെടുത്ത് അലീനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന താക്കോലൊക്കെ വാങ്ങി തിരികെ പോരായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ ആ പഴയ ഓഡിയോ റെക്കോർഡിംഗ് അങ്ങ് ഓണാക്കി. അലീന രേവതിക്കുട്ടിയോട് പറയുന്ന കാര്യങ്ങളെ അത് കേട്ടതും അലീന ആകെ ഷോക്കായിട്ടോ. അലീനയ്ക്ക് മനസ്സിലായി ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കുന്നതെന്ന്. അതറിഞ്ഞതും അലീന പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്